ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ ക്രിസ്മസിൻ്റെ അന്ന് നെല്ലിയാമ്പതി പോയി. അപ്പോൾ പോണ വഴിയിൽ ഇങ്ങനെ വണ്ടി സൈഡാക്കിയിട്ട് എടുത്തതാണ്. കുറേ പേരുടെ വണ്ടി സൈഡാക്കിയിട്ട് വീഡിയോസൊക്കെ എടുക്കണ്ടായിരുന്നു, ഫോട്ടോസൊക്കെ. അവിടെ നിന്ന് അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ യാത്ര പിന്നെ നെല്ലിയാമ്പതിക്ക് അങ്ങനെ പോയി. ആദ്യമായിട്ട് പോയത് ഗവൺമെൻറ്റിൻ്റെ ഓറഞ്ചിൻ അതുപോലെ വെജിറ്റബിളിൻ്റെ ഒക്കെ ഒരു ഫാമാണ്. അതിലേക്കാണ് കയറിയത്. എൻട്രി ഫീസ് ഉണ്ട്, ടിക്കറ്റ് എടുത്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി കുറേ ചെടികളൊക്കെ ഉണ്ട്. നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അതിൽ ഓറഞ്ചിൻ്റെ മരം ഒക്കെ ആയിട്ട് ആകെ ഒരു മരമാണ് കണ്ടത്. അതിൽ നിറച്ച് ഓറഞ്ചും ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അല്ലാതെ ആ ഫാമിലോ അല്ലെങ്കിൽ ഞങ്ങളവിടെ നെല്ലിയാമ്പതി പോയിട്ട് വേറെ സ്ഥലത്തൊന്നും ഓറഞ്ചൊന്നും കണ്ടില്ല. ഞങ്ങൾ ചോദിക്കുകയും ചെയ്തു വേറെ ഓറഞ്ച് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ വേറെ എവിടെയും ഫാമായിട്ടൊന്നും ഇപ്പം ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് നടന്നപ്പോൾ ചാമ്പമരത്തണൽ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. കുറേ ചാമ്പ മരങ്ങൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല തണലും. അവിടെ ഇരിപ്പിടങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാരുകസേര പോലെ, അതുപോലെ ഇരിക്കാനുള്ള ഒരു മരങ്ങൾ കൊണ്ടൊക്കെ ഇരിക്കാനുള്ള സീറ്റ്, അങ്ങനെ കുറേ നല്ല സെറ്റപ്പിൽ നല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല തണലും നല്ല വെയിലത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും അതിലിരുന്ന് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പൂക്കൾ പറിക്കാനോ പഴങ്ങൾ പറിക്കാനോ ഒന്നും പാടില്ല, ശിക്ഷാർഹമാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അധികം വെയിലുണ്ടെങ്കിലും അധികം ചൂടുണ്ടായിരുന്നില്ല, ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. പിന്നെ പലതരം ചെടികളൊക്കെ കണ്ടിങ്ങനെ നടക്കല്ലേ, നല്ല രസമായിരുന്നു. നല്ല ഭംഗിയല്ലേ, നമ്മൾ ചെടികളൊക്കെ കാണുമ്പോൾ നമ്മളെ മനസ്സിനൊരു കുളിർമയല്ലേ. പലതരത്തിലുള്ള ചെമ്പരത്തി പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ.
ചെടികൾ വേണ്ടവർക്ക് അവിടെ നിന്ന് മേടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നമ്മളിവിടെ ചെടികളൊന്നും കൊടുന്നിട്ട് വെച്ചാലൊന്നും അവിടുത്തെ ക്ലൈമറ്റിൽ വളരുന്ന പോലെ പൂവുണ്ടാവുന്ന പോലെയൊന്നും ഇതുപോലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞങ്ങളൊന്നും മേടിക്കാനൊന്നും പോയില്ല. ഇനി അതതിൽ വെച്ച് വാടി വീട്ടിലെത്തുമ്പോൾ വൈകുന്നേരം ആവില്ലേ. ചെടികളൊക്കെ നോക്കുന്ന ചേച്ചിമാർ ഓരോ പൂക്കൾക്കൊക്കെ ഓരോ പേരൊക്കെ പറഞ്ഞു. ഡാൻസിങ് ഗേള്, അതുപോലെ കഥകളി രൂപത്തിലുള്ള പൂവാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ അവിടെ നമുക്ക് സ്കാഷൊക്കെ വേണമെങ്കിൽ മേടിക്കാം. കുറേ ആൾക്കാരൊക്കെ മേടിക്കുന്നുണ്ട്. ഇവർ വിലയൊക്കെ ചോദിച്ചു പോന്നു, മേടിച്ചൊന്നുമില്ല. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളങ്ങനെ സീതാർകുണ്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പോണ വഴിക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. 2:15 ഉണ്ടായിരുന്നു. ഹോട്ടലൊന്നും ഇല്ല, സൈഡിലൊക്കെ ഈ തട്ടുകടയൊക്കെ ഉള്ളു. അവിടെ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. പിന്നെ കപ്പ, മീൻകറി, ബീഫ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വിശക്കണ കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാതെ പറ്റില്ലല്ലോ. ഇനിയും പോകും തോറും ഫുഡ് കിട്ടാൻ സാധ്യത കുറവാണ്. അങ്ങനെ ഞങ്ങൾ സീതാർകുണ്ട് അവിടെ എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. എന്നിട്ട് ഇനി അവിടെ നിന്ന് നടക്കണം. നല്ല രസമായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു സീനറികളൊക്കെ കാണാൻ. ഞാനൊരു 19 വർഷം മുന്നേ വർക്ക് ചെയ്യുന്ന അവിടുന്ന് സ്റ്റാഫുകളൊക്കെ കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ മൂത്ത മോനുണ്ടായിരുന്നു അന്ന്. അന്നത്തെക്കാട്ടി കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ. നെല്ലിയാമ്പതി അന്ന് പോയതാണ്. സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിലെത്തി. അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഫേമസ് ആയൊരു മരമുണ്ട്, കാണിച്ചു തരാം. ഈ മരമാണ് അവിടെ ഫേമസ്. കാരണം കുറേ ഫിലിമിലും അതുപോലെ പോയവർക്കൊക്കെ അറിയാം. ഹസ്ബൻഡ് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ 2-3 പേര് ചോദിച്ചു. പിന്നെ അങ്ങനെ മുകളിലേക്ക് അങ്ങോട്ട് കയറിപ്പോയൊന്നുമില്ല. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് താഴോട്ട് ഇറങ്ങി പോന്നു. കുറേ സിംഹവാലം കുരങ്ങനെ കണ്ടു. ഞാൻ ഒന്നിനാണ് ഫോട്ടോയിൽ ഉൾപ്പെടുത്തിയുള്ളൂ. അപ്പോഴേക്കും പിന്നെയൊക്കെ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കല്ലേ. പിന്നെ അവിടെ നിങ്ങൾ പോത്തുണ്ടി ഡാമിലേക്കാണ് വന്നത്. അവിടെയാണ് ഇറങ്ങിയിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി.
ഞങ്ങൾ ഡാമിലെത്തുമ്പോൾ ഒരു 3:45 ടൈമാണ്. നല്ല വെയിലായിരുന്നു. പിന്നെ കുറേ സ്റ്റെപ്പും ഉണ്ട് മുകളിലേക്ക് കയറണം വെയിലും കൊണ്ടിട്ട്. ഞങ്ങളൊന്നും കയറിയില്ല. അവിടെയൊക്കെ നടന്നു പാർക്കിലൊക്കെ. പിന്നെ ചിലർ അവിടെ നിന്ന് കുട വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പോവാത്ത കാരണം ഞങ്ങൾ പിന്നെ അതിന് ശ്രദ്ധിച്ചില്ല എന്താ ഉണ്ടായതെന്ന്. ഞങ്ങളിവിടെ പാർക്കിലൊക്കെ കുറേ നടന്നു, ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. ഇതൊക്കെയാണ് നെല്ലിയാമ്പതി പോയ കാഴ്ചകൾ. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. കുറേ വെറൈറ്റി വീഡിയോസ് ഉണ്ട്, കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് മിനിമം ആവശ്യമാണ്. വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്